മലപ്പുറം വളാഞ്ചേരിയിലെ ഈ ചാനലിനു വേണ്ടി എടയൂർ മൂന്നാക്കൽ പള്ളിയിലെ അരി വിതരണത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിത സംഭവം അരങ്ങേറിയത്. ഈ ചാനലിനു വേണ്ടി ജിഷാദ് വളാഞ്ചേരി തന്റെ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെ ഡ്രോൺ പള്ളി മിനാരത്തിൽ കുടുങ്ങി. 50 അടിയോളം ഉയരമുണ്ട് മൂന്നാക്കൽ ജുമാ മസ്ജിദിന്റെ മിനാരത്തിന്. ഡ്രോൺ തിരിച്ചെടുക്കുന്നതിന് 18 അടവും പയറ്റിയെങ്കിലും പരാജയപ്പെട്ടു. മനുഷ്യ സഹായത്താൽ ഡ്രോൺ തിരിച്ചെടുക്കുന്നത് ശ്രമകരമായിരുന്നു. പെയിന്റിംഗ് തൊഴിലാളികൾ ഉയരത്തിൽ പെയിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉയരം കെട്ടി ഡ്രോൺ എടുക്കണമെങ്കിൽ 2 ദിവസത്തെ പരിശ്രമം ആവശ്യമായിരുന്നു. ഇതേ തുടർന്നാണ് തിരൂർ ഫയർഫോഴ്സിന്റെ സേവനം തേടിയത്. ഫയർഫോഴ്സ് സംഘമെത്തി ഡ്രോൺ എടുക്കാൻ ശ്രമം ആരംഭിച്ചു. ഫയർഫോഴ്സിന്റെ കൈവശമുള്ള ഗോവണി വെച്ച് കയറി എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഗോവണിക്ക് മിനാരത്തോളം ഉയരമുണ്ടായിരുന്നില്ല. തുടർന്ന് ഗോവണി എത്തുന്ന സ്ഥലം വരെ കയറിയ ശേഷം നീളമുള്ള തോട്ടി ഉപയോഗിച്ച് തോണ്ടി വലയിലേക്ക് ചാടിക്കുകയായിരുന്നു. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് മൂന്നാക്കൽ പള്ളി. അരി വിതരണമാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. ഈ ചടങ്ങിന്റെ ആകാശദൃശ്യം പകർത്തുന്നതിനിടയിലാണ് ഡ്രോൺ ക്യാമറ മിനാരത്തിൽ കുടുങ്ങിയത്. തിരൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ഫാഹിദ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മദനമോഹനൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നസീർ, ആദർശ്, ഹോംഗാർഡ് സുരേഷൻ, ഡ്രൈവർ നൌഫൽ എന്നിവരടങ്ങിയ സംഘമാണ് ഡ്രോൺ താഴെ ഇറക്കാൻ പരിശ്രമിച്ചത്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട കേരള സർക്കാരിന്റെ ഏജൻസിയാണ് കേരള അഗ്നിരക്ഷാസേന. അപ്പോൾ സ്വാഭാവികമായിട്ടും വിലപിടിപ്പുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ആർട്ടിക്കിളാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ മറ്റൊന്നും ആലോചിക്കാതെയാണ് ഞങ്ങൾ ഓടിയെത്തിയത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇതിൽ ഭാഗമാക്കായ എല്ലാവരെയും ഞങ്ങളുടെ ഇതിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു ന്യൂസിനെ വേണ്ടിയിട്ട്. അത് കുടുങ്ങി കുറേ ശ്രമങ്ങൾ നടത്തി. ലാസ്റ്റാണ് തിരൂർ ഫയർഫോഴ്സിനെ ബന്ധപ്പെടുന്നത്. ഉടനടി സാറ് ഇവിടെ ബന്ധപ്പെട്ടു, ഞങ്ങൾ വരാമെന്ന് ഉറപ്പ് നൽകി. എന്തായാലും വലിയ സന്തോഷം. കാരണം ഇത് പോയിന്ന് വെച്ചാണ്, കാരണം നിങ്ങൾ വന്നിട്ട് എടുത്തു. കാരണം 4 ദിവസം കെട്ടിയിട്ടാണ് ഇതിൻ്റെ മേലേക്ക് പെയിൻ്റ് അടിക്കാരടക്കം കയറിയെന്ന് പറഞ്ഞു. എന്തായാലും അല്പം 2-3 മണിക്കൂറിൻ്റെ ഇതിൽ തന്നെ തിരിച്ചെടുക്കാൻ നന്ദിയുണ്ട്. എന്തായാലും സന്തോഷം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.